ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട് കേട്ടോ വർക്കിന് ഇറങ്ങുന്ന സമയം. വണ്ടിമേ ഞാൻ ഇന്ന് നാട്ടിൽ പോവും. അപ്പോൾ വണ്ടിമേ ഞാൻ ബാറ്ററിമേ ഇന്നലെ വെക്കാൻ നേരത്ത് വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബാറ്ററിൻ്റെ വെള്ളം തന്നെ എനിക്ക് തോന്നണേ. അപ്പോൾ സെല്ല് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മേലെ തോർത്തുമുണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് മഞ്ഞൊക്കെ വീണിട്ട് വെള്ളമുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ബാറ്ററി നമുക്ക് വെള്ളം വന്നിക്കണോ ഇല്ലേ നോക്കി നോക്കട്ടെ. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി നമ്മൾ തോർത്തുമുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായിക്കണോ അറിയില്ല. അവിടെ പ്രത്യേകിച്ച് വെള്ളമൊന്നും കാണുന്നില്ല, ഞാൻ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്നലെ ടൈറ്റ് ആക്കിയോണ്ടെന്ന് അറിയില്ല കേട്ടോ. കുറച്ചുകൂടി നല്ല ദമ്മിൽ ടൈറ്റ് ആക്കിയപ്പോഴേ ഒന്നും കൂടി മുറുക ഉണ്ടായിരുന്നു സാധനം. ഇപ്പോൾ തുടച്ച പോലെ തന്നെ കാണുന്നത്, പുതിയ വെള്ളമൊന്നും വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഊബർ ഓണാക്കാം. 7 മണിയായിട്ടുണ്ട് സമയം. കുഴപ്പമില്ലാണ്ട് സ്റ്റാർട്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മഞ്ഞ് അടിക്കണണ്ട. മഴ പെയ്തിട്ടില്ല. മഴ പെയ്യുമ്പോൾ ഇനി എന്താ അവസ്ഥ അറിയില്ല. എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, തോർത്തുമുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഇന്നലെ ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്ന് നാട്ടിൽ പോകും. പിന്നെ തിങ്കളാഴ്ചയൊക്കെ നാട്ടിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് വണ്ടി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനി വലിയ ചളി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇന്ന് എന്താ അവസ്ഥ അറിയില്ല. ഇന്നലെ നമ്മൾ ഓടിയത് കിലോമീറ്റർ 80 കിലോമീറ്റർ CNG അടിച്ചിട്ട്. അത് ഓക്കെ കേട്ടോ, കറക്റ്റ് മൈലേജ് കിട്ടിയിട്ടുണ്ട്. 5 അട്ടിമ്പാട് CNG ഉണ്ട്. പിന്നെ ബിയിൽ ഓടിയത് 170 കിലോമീറ്റർ. നമ്മൾ ഓട്ടം കഴിഞ്ഞിട്ടും കുറച്ച് അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ആഷിക്കിനെയും മറ്റവനൊക്കെ കൂട്ടി പിന്നെ കുഴിവേലിപ്പടിയൊക്കെ പോയി അങ്ങനെ കുറച്ച് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഊബർ ഓണാക്കട്ടെ. 7:05 കേട്ടോ സമയം. നമ്മൾ ഊബർ ഓണാക്കുകയാണ്. ഊബർ ഓണായിട്ടുണ്ട്. വാലറ്റിൽ കൊടുക്കാനുള്ളതൊക്കെ രാത്രി കൊടുക്കലുണ്ട്, ഒക്കെ 0 ആയി കിടക്കാം കേട്ടോ. അപ്പോൾ ഇനി റാപ്പിഡോ പാട് ഓണാക്കാം. റാപ്പിഡോ ഇന്നലെ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആ റെഡ് ലൈന് പോയി. അപ്പോൾ ഇനി ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ. വണ്ടി വാട്ടർ സർവീസ് ചെയ്തുകൊണ്ട് അടിയത്തെ ചളിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴാണ് അടി കറക്റ്റായിട്ട് കാണുന്നത്. മറ്റേത് ചളി കൊണ്ട് നിറഞ്ഞിട്ട് മഴ ആയിട്ട് റോട്ടിലത്തെ വെള്ളമൊക്കെ അടിച്ചടിച്ച് ചളിയൊക്കെയാണ് അടിയിൽ. അപ്പോൾ ഏതായാലും ഇപ്പോൾ അടിഭാഗം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെള്ളം അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ കമൻറ്റിൽ നമ്മൾ 2 ആൾക്കാർ കമൻറ്റ് കണ്ടു. ഒന്ന് ബാറ്ററിൻ്റെ കണക്ടർ ഊരിടാൻ പറഞ്ഞാണ്ട് പോകാൻ പറഞ്ഞു നാട്ടിലേക്ക്. അപ്പോൾ അതെന്താ വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. കാരണം അത് പിന്നെ എന്നും കാലാകാലം അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരാൾ പറഞ്ഞു എന്ത് ബാറ്ററി സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ നാട്ടിലേക്ക് പോക്ക് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. മുതലാളിൻ്റെ അടുത്ത് ചാവി കൊടുക്കണില്ല, സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടും നോക്കട്ടെ. 5 ദിവസത്തിന് വരുമ്പോൾ ഇപ്പോൾ ഒന്നുകൂടി സെല്ല് ടൈറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഇനി ബാറ്ററിൻ്റെ വെള്ളം വരില്ല എന്ന് വിചാരിക്കും. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ പാടെ ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഇനിയും ജമ്പർ അടിക്കണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഒന്ന് ബാറ്ററി ഒന്ന് സർവീസ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിവിടെ മുണ്ടമ്പാലം എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചായ കുടിക്കാം. നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ചായ അടിക്കുന്നിടയിൽ അടിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദിക്കാരനാണ്. അപ്പോൾ പിക്കപ്പ് പോയിന്റ് കുറച്ച് ബാക്കിലാണ്. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ ആള് വിളിച്ചപ്പോൾ. CNG അടിച്ചിട്ടോ, കുറച്ച് എയറും കൂടി അടിക്കണം ഇവിടുന്ന്. കുറച്ച് ദിവസമായി എയർ അടിച്ചിട്ട്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. 551 രൂപ കേട്ടോ CNGക്ക് ആയത്. നമ്മൾ 123 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് 2 അട്ടിമ്പാടെ ബാലൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, 0 ആയിട്ട്. പിന്നെ നമ്മൾ CNG അടിക്കാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബാക്കത്തെ ഡിസയർ ഉണ്ട്, പുതിയൊരു ഡിസയർ. ആളുണ്ട് ഹോൺ അടിച്ചിട്ട് വിളിച്ചു. നമ്മളെ സബ്സ്ക്രൈബറാണ്. കുറച്ച് നേരം സംസാരിച്ചു. ആളിപ്പോൾ CNG അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന ഡിസയറാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് എയറും കൂടി അടിക്കണം. അപ്പോൾ ഇനി എയർ അടിച്ചിട്ട് ഊബർ ഓണാക്കിയില്ല. ഓണാക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത്. കാരണം നമ്മൾ കാക്കനാട് സിഗ്നലിൽ നിന്നപ്പോൾ നമുക്ക് ചെറിയൊരു മാച്ച് ട്രിപ്പ് വന്നു 110 രൂപയുടെ. അത് പാടിയോട്ടത്തേക്കായിരുന്നു. പിന്നെ ഇനി വെറുതെ അടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഊബർ ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എയർ അടിക്കട്ടെ. എയർ അടിക്കാൻ സമയമില്ല. ഇൻഫോ പാർക്കിലേക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ട് ആതിര. അപ്പോൾ എയർ അടിച്ചിട്ട് വെറുതെ സമയം കളയണ്ട. നമ്മളെ സബ്സ്ക്രൈബർ ഡിസയർ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒന്ന് ഹോൺ അടിച്ചാണ്ട് പോകും. ഹലോ നാളെ ലാസ്റ്റ് കണ്ട വീഡിയോ നമ്മളെ തല്ലിന്നോ കേസ് എടുത്തുന്നോ എനിക്ക് അങ്ങനെ 5 ആള് 2 വീഡിയോ ഇട്ടീനല്ലോ. അതിന് കുറച്ച് ഇതായിന്, പ്രശ്നങ്ങളായിന്. അതായിരിക്കും ചിലപ്പോ. പിന്നെ അവിടെ പെട്രോൾ പമ്പിൽ വണ്ടി ഇട്ടിട്ട് തിരക്കായിട്ട് അവിടുന്ന് പോകുന്നത്. ഏതായാലും നമുക്കൊരു ട്രിപ്പ് ഓടിച്ചിട്ടുണ്ട്. ആതിരാനെ ഡ്രോപ്പ് ചെയ്യട്ടെ. ഇനി 400 മീറ്റർ 2 മിനിറ്റ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്.
ഇവിടെയും കുറച്ച് വന്നപ്പോത്തിന് ഒരു കട്ട കഴിഞ്ഞിട്ടോ CNG. ചില പമ്പ് ഇങ്ങനെയാണ്. ഇപ്പൊ ഇനി ഇവിടുന്ന് നാളെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ നല്ല പ്രഷർ ഉണ്ടാവും, ചില പമ്പിൽ നല്ല പ്രഷർ ഉണ്ടാവും. ചിലത് 10 കിലോമീറ്റർ പോകുമ്പോൾ ഒരു കട്ട കഴിയുള്ളൂ. അപ്പോൾ കൂടുതൽ പമ്പൊന്നും ഇറങ്ങുമ്പോൾ തന്നെ ഒരു കട്ട പോകുന്നുണ്ട്, പ്രഷർ ഇല്ലാത്തതുകൊണ്ടാണ്. ചില പമ്പിൽ നല്ല പ്രഷർ ഉണ്ടാവും, ഒരു 10-12 കിലോമീറ്റർ പോകുമ്പോൾ ഒരു കട്ട പോവുള്ളൂ. ഏതായാലും ഞാൻ ഓടട്ടെ. എന്തായാലും ഒരു ഉച്ച വരെ ഒന്ന് ഓടണുള്ളൂ, 2 മണി വരെയൊക്കെ. ഇന്ന് നാട്ടിൽ പോകും. അപ്പോൾ ഒരു 5:30 ട്രെയിനിന് കയറി പോകണം. അപ്പോൾ കുറച്ച് ഡ്രസ്സ് ഇറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 മണിക്ക് സ്റ്റോപ്പ് ചെയ്യും ഇന്നത്തെ വർക്ക്. 10:45 സമയം. അതിരാനെ ഞാൻ പിക്ക് ചെയ്യട്ടെ. ഇത് നീങ്ങണില്ല വണ്ടി, ഇവിടെ ഭയങ്കര പണിയാണ്. അത് നമ്മൾ ഇൻഫോ പാർക്കിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്, അതുല്യയുടെ ട്രിപ്പ്. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് 155 രൂപ ഓൺലൈൻ ട്രിപ്പാട്ടോ. 7.22 കിലോമീറ്റർ ഓടി. അത് കുറച്ച് ചുറ്റി പോകുന്നോ എനിക്കൊരു ഡൗട്ട്. ഞാൻ ആ തുതിയൂര് വഴി കൂടിയാണ് ചുറ്റി പോകുന്നത്. അത് നമ്മുടെ പാലച്ചോടിന്റെ ഏകദേശം അടുത്തുനിന്ന് അവിടെ നിന്നാണല്ലോ നമുക്ക് ഇത് കിട്ടിയത്, പിക്കപ്പ് കിട്ടിയത്. അപ്പൊ അതിൽക്കൂടെയാണ് പോകുന്നത്. ചുറ്റാണോ എന്താ അറിയില്ല. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 19-20 രൂപ വെച്ച് കിട്ടിയിരിക്കണേ. പിന്നെ 7 കിലോമീറ്റർ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ ഇനി ആംബുലൻസ് കയറിയിട്ടൊരു സർബത്ത് കുടിക്കാം, ചെറിയൊരു വിശപ്പ് വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ 11:07 ആയിട്ടുള്ളൂ. അപ്പൊ ഇനി ഫുഡ് കഴിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 12:30-1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു സർബത്തും സ്നാക്സ് ആയിട്ട് കഴിക്കാം. അതിനുശേഷം നമ്മൾ ആംബുലൻസിക്ക് എത്തിയില്ല. ഇപ്പൊ തൃപ്പൂണിത്തറയാണ് ഉള്ളത്. നമ്മുടെ രാജഗിരി കോളേജിന്റെ അവിടെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ തൃപ്പൂണിത്തറ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് വൈറ്റിലേക്കാണ്. 100 സംതിങ്ങിന് എത്ര റേറ്റ് ആണ് കണ്ടത്. അതെടുത്ത ഉടനെ നമുക്ക് റാപ്പിഡോ ഒരു 287 രൂപയുടെ ട്രിപ്പ് അടിച്ച് 13 കിലോമീറ്റർ ഡ്രോപ്പ് ഉള്ളത്. മട്ടാഞ്ചേരിക്കായിരുന്നു. അത് പിന്നെ എടുത്തില്ല. ഊബറിൽ ഓൾറെഡി നമ്മൾ ഒന്ന് എടുത്ത് വെച്ചുകൊണ്ടല്ലോ. അപ്പോൾ ആളെ പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി എന്നാണ് പേര്. അപ്പോൾ ഇത് തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡ് ആട്ടോ. ഇനി ഇവിടുന്ന് ഒരു 450 മീറ്ററും കൂടി ഉണ്ട് ആളെ പിക്കാനായിട്ട്. നമ്മളെ ഇന്നത്തെ പരിപാടി നിർത്തിട്ടോ. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്, റാപ്പിഡോ പാടെ ഓഫ് ചെയ്യട്ടെ. നമ്മളെ മൂസിനാണ് ഫ്രണ്ടിൽ പോണത്. അപ്പൊ ഇനി കുറച്ചു നേരം മറൈൻ ഡ്രൈവിൽ വായി നോക്കി ഇരിക്കട്ടെ. ഇനി ഏതായാലും ഓടണില്ല. ചിലപ്പോൾ ഒന്ന് ഡെസ്റ്റിനേഷൻ ആയിട്ട് റൂമിലേക്ക് പോകും. പിന്നെ കുറച്ചു നേരം മറൈൻ ഡ്രൈവിലൊക്കെ നിൽക്കട്ടെ. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ആക്കും പോലെ നാട്ടിലേക്ക് പോവാ. മൂസിന ചേച്ചിനോട് എന്തൊക്കെയാ പറയുന്നുണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ട്, 30 രൂപ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും തണല് നോക്കിയിട്ട്, തണലൊന്നുമില്ല, വെറും പാർക്കിംഗ് തന്നെ ഉള്ളൂ. അപ്പൊ ഏതായാലും ഇവിടെ പാർക്ക് ചെയ്യട്ടെ. ഗൈസ്, ഞങ്ങൾ പോവുകയാണ്. ഞാനും മൂസിനും അങ്ങ് വിദൂരയിലേക്ക് പോവുകയാണ്. വ്ളോഗാണിത്. മൂസിൻ ഹായ് പറയൂ. കുറേ ദിവസമായിട്ടോ മറൈൻ ഡ്രൈവിലൊക്കെ വന്നിട്ടേ. അവിടെ കുറെ കപ്പിൾസ് ഉണ്ട്, ഫോട്ടോ എടുത്താൽ ആട്ടി പാർസൽ തരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഇങ്ങനെ. മൂസിൻ ഏതാ മൂസിനും കൂട്ടി ബംഗാളി ഓനൊന്ന് കൊടുക്കണ്ട. ആൾക്കാർ മണത്തോക്കണി ആവശ്യമില്ല, അടിച്ചോ മതി. ഇത് ഓ അപ്പൊ നമ്മളെ കറങ്ങൊരു പരിപാടി കഴിഞ്ഞിട്ടോ. മൂസിന് ഒരു കപ്പിട്ടിട്ടുണ്ട്, കക്കൂസാണ് എഴുതിയിട്ട്. ഏതായാലും എൻ്റെ ദൂര കക്കൂസ. ഏതായാലും കേക്കിട്ട് സൗത്ത് പോയിട്ട് ഒരു ബിരിയാണിയും കഴിച്ചിട്ട് നേരം വിടാം. സമയമല്ല. എന്താ ചൂടറിയ അവിടെ. വണ്ടി കുറച്ചേരം വെയിലത്തിട്ടപ്പോ തന്നെ പെരുംചൂട്. ഉള്ളു കയറാൻ പറ്റുള്ള. ഏശം തണുക്കണല്ലേ. ആ പൈപ്പൊക്കെ ചൂടായിട്ടുണ്ടാവും. തണുത്ത് കയറ്റാം. 30 റുപ്യാണ് പാർക്കിങ്ങിന്. പെരും വെയിലാ. ഏതായാലും സൗത്തിൽ പോട്ടെ. ബിരിയാണി കഴിക്കണം. അവിടെ നല്ല ബിരിയാണി സ്പോട്ട് ഉണ്ട് പറഞ്ഞു. അപ്പോൾ സ്ക്രീനൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3:30 സമയമായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇന്നാടെ അവിടെ ഇട്ടീന, അയ്യോണ് ഇട്ടീന, അവിടെ വണ്ടി ഇട്ടീനെ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വണ്ടി ഇട്ടുണ്ട്. ഇവിടെ എന്തായാലും മഴവെള്ളം ആവില്ല. പിന്നെ ബാറ്ററി ഒക്കെ ശരിക്കും തുടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി എന്തായാലും ഒരു ഇന്നാട് 4 ദിവസമായിരുന്നു. ഇന്നെന്തായാലും ഒരു 5 ദിവസം നമ്മൾ വണ്ടി ഇവിടെ ഇടും. ഇനി എന്താ അവസ്ഥ നോക്കി നോക്കാം.